നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, കഴിഞ്ഞ ദിവസം ഒരു മൗലവി ഒരു അഭിപ്രായം പറഞ്ഞു. മൗലവിമാർ നിങ്ങൾക്കെല്ലാം അഭിപ്രായം പറയുന്നത് തടസ്സമൊന്നുമില്ല, ഒരു തെറ്റുമില്ല, ആർക്കും അഭിപ്രായം പറയാം. കേട്ടതിനും കണ്ടതിനും ഉത്തരം ആർക്കും പറയാവുന്നൊരു ശൈലി തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ആധികാരികമായി ണം. നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഒരു 10 വട്ടങ്ങൾ ചർച്ച ചെയ്ത് തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അല്ലെങ്കിൽ സഭ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവഹേളന പത്രവും. നിങ്ങൾ പള്ളിക്കകത്ത് കയറിയിരുന്ന് സംസാരിക്കല്ല, ഓൺലൈനിൽ ലോകം മുഴുവൻ പോകുന്നതാണ്. ആ മുസ്ലിയാർ പറഞ്ഞ കാര്യമാണ്. ഈ ഇപ്പോൾ വിൽക്കാറും പള്ളിയൊന്നുമില്ല, ചില പള്ളികളിൽ AC സമ്പ്രദായമുണ്ട്. ആകട്ടെ, കാലം മാറി. ആ AC പള്ളികളിൽ സാധാരണ ഓഗത്ത് എന്നാൽ ആ കൃത്യസമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഓൺ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞത് ഓഫ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഫാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അല്ല 24 മണിക്കൂർ AC ഓൺ ചെയ്തിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുസ്ലിയാർ പറയുന്നത് അത് 24 മണിക്കൂർ ഓൺ ചെയ്തിടണം, അല്ലെങ്കിൽ അത് വല്ല തല്ലിപ്പൊടിച്ച് കളയണം, സ്വതന്ത്രമാക്കി ഇടുന്നതാണ്. എന്താ മുസ്ലിയാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ച് ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ വാക്കിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വാക്ക് ലോകം മുഴുവൻ പോകുന്നതാണ്. മേലാൽ മൗലവിമാർ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ച് മതപരമായ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് വളരെ ശാസ്ത്രീയവും പിന്നെ മതപരവും ആത്മീയവും ഒക്കെ ആയിരിക്കണം. ഒന്ന് ശ്രദ്ധിക്കണം, വിനീതമായി അഭ്യർത്ഥിക്കാം. ഇപ്പോൾ സജി ചെറിയാൻ്റെ ലേറ്റസ്റ്റ് വാർത്ത, സജി ചെറിയാനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നൊരു സംശയിക്കേണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിലുണ്ടോ ആ സംസ്കാരമുള്ളത്? പ്രതി കേരളത്തിൽ CPM-ൻ്റെയൊക്കെ നേതാക്കളുടെ വായിൽ നിന്ന് വാക്ക് കേട്ടാൽ എത്ര മ്ലേച്ഛമാണ്. അദ്ദേഹം പറയുന്നത് ഇതെന്താ ഈ പാവപ്പെട്ട ഈ സമുദായം, മുസ്ലിം സമുദായം, അവർ കഴിഞ്ഞ പ്രതികരിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ കയറിക്കൊള്ളുന്നത്? അദ്ദേഹത്തെ ഭാഷ എന്നറിയോ? അതുപോലെ ഭാഷ പറഞ്ഞ ആളുണ്ട്, മോഡിജി. ഡ്രസ്സ് കണ്ടാലറിയാലോ ജാതി ആരാന്നൊക്കെ അറിയാവുന്നത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ എന്ത് അർത്ഥത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് പര്യായം എത്ര താഴെ പോയി? അവർ സജി ചെറിയാൻ വേറൊരു ക്രിസ്ത്യാനിയല്ല, കേരളത്തിൻ്റെ മന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്. ആ മന്ത്രി പറയുന്നത് കാസർഗോഡും മലപ്പുറത്തും മുസ്ലിങ്ങളാണ് മുഴുവൻ ജയിച്ചത്. മലപ്പുറത്ത് 29 സീറ്റോട്ടുള്ളതിൽ 4 സീറ്റ് ആ മുസ്ലിങ്ങളുണ്ട്. പഞ്ചായത്ത് ഡെപ്യൂട്ടി പ്രസിഡന്റ് ഒരു ദളിത് സ്ത്രീയോടാണ്. അത് ജനറൽ സീറ്റിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചാണ് ലീഗിൻ്റെ പേരിൽ. കാസർഗോഡ് അങ്ങനെയാണ്, 4 മുസ്ലിങ്ങളുണ്ട്. നിങ്ങളുടെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സജി എത്ര മുസ്ലിങ്ങളിടോട്? ഒരിക്കൽ പഞ്ചായത്ത് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹി യാത്രയിൽ കാൻഷി റാംജിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താ ചോദ്യമോ? പത്തനംതിട്ട, തിരുവനന്തപുരം, ഇടുക്കി ഈ ജില്ലകളിൽ ഒരാൾ പോലും മുസ്ലിം കിട്ടില്ല ഒരു പാർട്ടിയിൽ. അത് ഞങ്ങൾ പോലും പഠിക്കുന്ന അത്രയല്ല. അദ്ദേഹം അത്രയും എത്ര ആഴ്ച അദ്ദേഹം വിഷയങ്ങൾ പഠിക്കുന്നത് കൊച്ചു കേരളത്തെക്കുറിച്ചോളും. അതാണ് രാഷ്ട്രീയക്കാരൻ. തന്നെയല്ല, അങ്ങയുടെ മണ്ഡലത്തിൽ ഒരാളെങ്കിലുണ്ടോ? പാല മുനിസിപ്പാലിറ്റി ഒരാളെങ്കിലുണ്ടോ? കോട്ടയം ജില്ല എത്രയുണ്ടോ? ഇടുക്കിയിൽ എത്രയുണ്ട്? ഒരാളൊറ്റ പേര്. 6 കോർപ്പറേഷനിൽ കൊല്ലം മാത്രമേ ഉള്ളൂ ഒരു മേയറായിട്ട്. 5 ജില്ലാ പഞ്ചായത്തിലുള്ളിൽ ഒരിടത്തിൽ മാത്രമേ ഉള്ളൂ മലപ്പുറം മാത്രം. പിന്നെ എങ്ങനെയാണോ ഈ സമുദായത്തിൽ നിങ്ങൾ ഇത്ര കണ്ട് മോശമാക്കി പറയാൻ? ആര് നിങ്ങൾക്ക് ട്രെയിൻ തരുന്നു? ആര് നിങ്ങൾ പഠിപ്പിക്കുന്നു? അതൊക്കെ കാരണം ഇതാണ്. പറയുമ്പോൾ അല്പം കടന്നു പോകും. മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം തന്നെയാണത്. എന്തുകൊണ്ടറിയോ? ഇത്രയും സ്വാധീനമുള്ള ഒരു സമുദായത്തിന് ആ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയ ധാരയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവരാരും ഇതൊന്നും പറയില്ല. വെള്ളപ്പള്ളിയും പറയില്ല, മറ്റേ സജി ചെറിയൻ പറയില്ല, പറയാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇത് എവരാ മുസ്ലിം എന്ന ഒരു പേരിലേക്ക് ഒതുങ്ങിയോടുകൂടി ഗ്രഹിണി പിടിച്ച കുട്ടിയെപ്പോലെ ആർക്ക് കയറി മായാന്നായി. ഇനിയെങ്കിലും നേരം വെളുത്തിട്ടുണ്ടോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക്? എത്ര വർഷമായി ഞങ്ങളിത് പറയും. നിങ്ങളത് അപകടം ചെയ്യില്ല. സമൂഹത്തെ നിങ്ങൾ തന്നെ കൊച്ചായി പോവാണ്. ഇവിടെ 40% മുസ്ലിങ്ങളുടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയായിട്ട് വന്നിറങ്ങിയല്ലോ. ഇന്ന് എറണാകുളത്ത് ഇറങ്ങിയാൽ അയാൾ ഷാൾ സിക്കാണ്ട്
ഒരു മുസ്ലിം നാമധാരി ഉണ്ടോടോ അതിൽ? ഉണ്ടെങ്കിൽ തന്നെ എത്ര അവസാനത്തെ 8-ാമത്തെ 10-ാമത്തെ ആളല്ലേ? അത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളതല്ലേ? 10 പേരെ മാറ്റിയത് 4 പേര് മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. ആ സമുദായത്തിൽ നിന്ന് അവർ വോട്ട് മുഴുവൻ കിട്ടിയിട്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വന്ന് സ്വീകരിച്ച ഷാൾട്ടപ്പെട്ട് എത്രാമത്തെ ആളോട് ഒരു മുസ്ലിം പേര് വന്നത്? നിങ്ങളെ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കണം മാത്രം. നിങ്ങൾ ഒരു വിഭാഗം മാറി നിന്ന് സങ്കുചിതമായിട്ട് വന്ന്. അതായത് ഈ ഷാജി, മുസ്ലിം ലീഗ് നേതാവ് ഷാജിയുടെയൊക്കെ പ്രസംഗം കേട്ടാലുള്ള കരണത്തിലടിക്കാൻ തോന്നും. കുറച്ചൊക്കെ മിതമായിട്ടും ലോകം മാറി, ഇന്ത്യ മാറി. ഇന്ത്യയുടെ ഇന്നത്തെ സെറ്റപ്പ്, ഇന്നത്തെ സിറ്റുവേഷൻ എന്താണോ ഷാജി? ഇനി 10 കൊല്ലം മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ UDF അധികാരത്തിൽ കയറി ഞങ്ങൾ കയറ്റുന്നത്, അതുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ പുറത്ത് പറയണോ? ഷാജിയൊക്കെയാണ് മുസ്ലിം ലീഗ്, ഈ സമുദായത്തെ മുസ്ലിം ലീഗിനെയും പബ്ലിക്കിന് മുമ്പിൽ മോശമാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥതയാണെങ്കിൽ നിങ്ങൾ ആ ദേശീയ ധാരയിൽ പോയി നിങ്ങൾ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഭരണം ഏൽപ്പിക്കുക, ദേശീയ പ്രസിഡന്റ് വെച്ച് മുന്നോട്ട് പോകും. എന്നിട്ട് താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ ആത്മീയ സമസ്ത കേരളിക്കട്ടെ, അതിൻ്റെ അത് തെക്ക്. ഇത് താങ്കൾ ആത്മീയവും ഭൗതികം എല്ലാം കൂടി കലക്കിയിട്ട് വല്ല പ്രവർത്തി സമയം കിട്ടുമോ? വല്ല സമയം ഉണ്ടോ? അതിങ്ങനെ എല്ലാം ഒരാളല്ലേ? പിന്നെ എങ്ങനെയാ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അടിയിൽ ഒപ്പിടാനില്ലാതെ ചിന്തിച്ചൊരു ഫയൽ ഒപ്പിടുന്ന സമയം കിട്ടുമോ? എവിടെ കിട്ടുന്നത്? എല്ലാം നിങ്ങൾ തന്നെയാണ്. ഇത്ര അതമ്പതിച്ചിട്ടും ഇത്ര നാശമായിട്ട് വെള്ളപ്പള്ളിയും ഈ സജിയൊക്കെ കയറി മെഴുകല്ലടോ നിങ്ങളെ. എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കൂസലുമില്ല, യാതൊരു നാണക്കേടില്ല. എടോ, നിങ്ങൾ ഇന്ത്യൻ ജനസംഖ്യയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാണെന്ന് മുസ്ലിം സമുദായം എന്ന് 20% വേറെ ഒരു പാർട്ടിയില്ല. ഞാൻ മുസ്ലിം ലീഗിനോട് നേതാക്കളോട് ചോദിക്കാണ്, സ്നേഹബുദ്ധിയാണ്. എടോ, യാദവ് എത്രയുണ്ട് ബീഹാറിൽ, UP എത്രയുണ്ട്? അവരിത്ര വർഷമായിട്ട് മുഖ്യമന്ത്രിയാവുന്നു. ഉപ്പ് ഗ്ലാസ് മഷി വലിച്ചെടുക്കും പോലെ മുസ്ലിം സമുദായത്തെ അവർ ആവാഹിച്ച് കൊണ്ടുപോകല്ലേ? എന്നിട്ട് അവർ നേതാവാകല്ലേ? നിങ്ങൾക്ക് അവസരം കിട്ടൂലേ? കിട്ടിയതല്ല. മഹാരാഷ്ട്രയിൽ 4 സീറ്റ് കിട്ടി. അതാണ് മനോരമ വലിയ വെണ്ടക്കാഴ്ച പറഞ്ഞിട്ട് അതെതിരെ സംഘപരിവാറൊക്കെ പറഞ്ഞു 190 സീറ്റായിട്ട് 290 സീറ്റായിട്ട് BJP കിട്ടി. അത് പറയാതെ 4 സീറ്റ് കിട്ടി മുസ്ലിം ലീഗിനെ കുറിച്ച് വളർച്ചയിൽ നാട്ട് പറയുന്ന പോലെ അത് മുന്നറിയിപ്പ് കൊടുക്കണം മനോരമ. 4 പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മനോരമ നമുക്കറിയാമല്ലോ. അപ്പം മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ആ ജാതി പേര് ഉപേക്ഷിച്ച് ദേശീയ ധാരയിൽ നിൽക്ക്. ഷാജിക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്ക്. എങ്ങനെയാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പൊതുരംഗത്ത് സദസ്സിന് മുമ്പ് പ്രസംഗിക്കേണ്ടത്. ഒരു മൗലവിയുടെ പ്രസംഗിക്കാൻ പറ്റുമോ? ഞാൻ അബ്ദുനാസർ മാതിരിക്ക് പറ്റിയ കുഴപ്പം എന്താണ്? നല്ലൊരു നാവിന് ഉടമയും കുറച്ച് സംസാരിക്കേണ്ട വിഷയവും കയ്യിലുണ്ടായി. പക്ഷെ അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു, ദേശീയ ജനാധിപത്യ പാർട്ടി, മതേതര പാർട്ടി. എന്നിട്ട് ആ മുസ്ലിമിൽ നിന്ന് 1 ഇഞ്ച് പോലും താഴ്ത്തൊന്നുമില്ല. അതേ മൗലിയാർ ശൈലിയിൽ ഇപ്പോൾ എവിടെ എത്തി? നാളെ നിങ്ങളിതുപോലെ ആകാൻ പോകണം. PDP പോലെ നിങ്ങൾ അതമ്പതിക്കാൻ പോകണത്. ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു PDP ആയിട്ട് അതമ്പതിക്കും മുസ്ലിം ലീഗ്. ഇത്തവണയെങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ? ചിന്തിക്കുന്നുണ്ടോ? ഇത്രയും ആപത്ത്, മുസ്ലിം സമുദായത്തിന് ആപത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗ് ആണെന്ന് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലണം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം? വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ ജാതി പേരാണ് മാറ്റണം. ജാതി പേര് മാറ്റിപ്പറ്റി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ അന്തസ്സായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകാൻ ഇനിയും സാധ്യതയുണ്ട്, ഇനിയും അവസരമുണ്ട്. BJP വന്നോട്ട് സംഘപരിവാർ വന്നതൊന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് ഇനിയും അവസരമുണ്ട്. കാരണം 20% എന്നുള്ള മുസ്ലിങ്ങളുണ്ട്. മൊത്തം 3-1 ജനസംഖ്യ ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് നായിക്കഴിഞ്ഞാൽ ഈ വിഷയമൊക്കെ തീർന്നു. ഒരു വെള്ളപ്പിളിമിനും വേണ്ടില്ല, ഒരു സജിച്ചേറിനും വേണ്ടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അത് എത്ര കാലം ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ എതിർപ്പോ പിണക്കോ വല്ലതും ഉണ്ടോ? ഒരു ന്യൂനപക്ഷ പാർട്ടി, സംഘടന ശക്തി നല്ലതിന് ഗുരുദേവൻ പറഞ്ഞ പോലെ സംഘടനയ്ക്ക് ശക്തരാകുമെന്ന് പറയുന്നു, കാൾ മാർക്സ് പറഞ്ഞ പോലെ. അതൊന്നും തെറ്റില്ലെന്നേ. പക്ഷെ അതിൽ ഭൗതികമായ കാര്യത്തിലാണെങ്കിൽ ജാതി പാർട്ടി പാടില്ല, ജാതി പേര് പാടില്ല. ആ ലിമിറ്റാവും. മനസ്സിലായില്ലേ? ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ ഒരു ഫയൽ വന്നാൽ സത്യം പറയാമല്ലോ,
ഇത് ഒളിച്ചു വെച്ചിരിക്കല്ലേ. ഒരു ഫയൽ വന്നാൽ മുസ്ലിം പേരാണോ അവിടെ അടിവരെ വീണു. പണ്ടുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ചു നിങ്ങൾ സംസാരിച്ചു ഫോണിൽ കൂടെ സംശയം ഇല്ലടി സംസാരിച്ച മൊയ്തീൻ ഷാ എന്ന് പറഞ്ഞ അപ്പം പിന്നെ തീർന്നവിടെ. അങ്ങനെ ഘട്ടമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ, ഇവൻ്റെ എറണാകുളത്ത് പോലും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതൊക്കെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ജാതി പേര് മാറ്റി ദേശീയതായാലും വരാം. ഇനി ഇവിടെ വരാൻ പോകുന്ന വലിയൊരു അപകടം, ഞാൻ യൂത്ത് കോൺഗ്രസിനോടും ലീഗിനോടും പറയാണ്, അപകടം നിങ്ങൾക്കറിയാൻ പറ്റാൻ ഒന്ന് ഉണർത്തിക്കാണ്. പത്മരാജൻ ഉണ്ടായിരുന്നു, നമ്മുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റൊക്കെയായിരുന്നു കൊല്ലത്ത്. പത്മരാജൻ മത്സരിക്കും, എതിർ സൈഡിൽ യൂനുസ് കുഞ്ഞും മത്സരിക്കും. രണ്ടുപേരും പരസ്യം കാലുവാരും, ചോമാരും കാലുവാരും, മുസ്ലിങ്ങൾ കാലുവാരും. കാരണം അപ്പോൾ അവന് ഞാൻ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുൻകൂർ തല്ലിയുന്ന പോലെ അവൻ കാലുവാരും എന്ന പ്രതീക്ഷയിൽ ഇവൻ കാലുവാരുന്ന പ്രതീക്ഷ അവർ രണ്ടുപേരും കാലുവാരും. അങ്ങനെ യൂനുസ് ജയിച്ചില്ല, പത്മ ജയിക്കില്ല. അത് സഹിക്ക വയ്യാതെ PK ഭാവി കൊണ്ട് കൊല്ലത്തും യൂനുസും കൊണ്ട് മലപ്പുറത്തോട്ട് രണ്ടുപേരും ജയിച്ചു, 3 പേരും ജയിച്ചു. പത്മകുമാർ ജയിച്ചു, ഈ 3 പേരും ജയിച്ചു. അവിടെ കാലുവാരം നടന്നില്ല. അതുപോലെ ഇപ്പോൾ വരാൻ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാവുന്ന അപകടം നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഈ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയാണ്, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഇലക്ഷൻ നടക്കും. 36% ഹിന്ദുക്കളെടുത്ത് 34% വോട്ട് അവിടെ BJP കിട്ടിയതാണ്. അപ്പോൾ അവിടെ ഹിന്ദുക്കൾ 100% അല്ലെങ്കിൽ 100% ഹിന്ദുക്കളും BJP വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലില്ലല്ലോ. 50% വെച്ചിട്ടില്ല. ബാക്കി 50% വോട്ട് കിട്ടി. അപ്പോൾ രണ്ട് ഇടതും വലുതും മുസ്ലിം ആയതുകൊണ്ട് അവിടെ മറ്റു ചില വിഭാഗങ്ങൾ ചിലർ BJP വോട്ട് ചെയ്തു, അങ്ങനെ വോട്ട് ചെയ്തു. അതൊരു അപകടത്തെ സൂചനയാണ്. അതുപോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കി വെച്ചൂടെ ദേശീയതാര മാധ്യമങ്ങളും പാർട്ടികളും. ഇപ്പം എന്നറിയോ, അവൻ എന്നെ കാലുവാരും എന്ന് വിചാരിച്ച് ഞാൻ വോട്ട് മറിച്ച് ചെയ്യും, ഞാൻ അവന് മറിച്ച്, അങ്ങനെ പരസ്പരം നിർണായക വോട്ടാണ്. ചിലപ്പോൾ 500, 600, 1000 വോട്ടിനൊക്കെ മട്ടം ജയിക്കുന്നത്. അവിടെ ഇത് മത്സരിച്ച് 10,000 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ പോകുന്ന ആരാണ്? ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ടും ചില അസംബ്ലി കാണില്ല. മനസ്സിലാക്കണം. സഭയും മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാടുകളും മനസ്സിലാക്കണം. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് പാർട്ടി ഇവിടെ ക്രിസ്ത്യാനിലും മുസ്ലിം എല്ലാവരും കുറേ വീടെങ്കിലും അതിന് മാത്രം വർഗീയ വിഷയത്തിലിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നത് നിമിഷം പ്രതി നിമിഷം മതി. 1000കണക്കിന് ചാനലിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് കണ്ടാൽ സഹിക്കുക. അത്ര കണ്ട് മോശമാണ് വർഗീയമായിട്ട് ഇരിക്കുക. അത്ര കണ്ട് മനുഷ്യമായിട്ട് കാണുന്നില്ല. ഇവിടെ ചില മുസ്ലിം സമുദായത്തിൽ ചില ചാനലിൽ പറയുന്നത് മനുഷ്യരോട് കാണുന്നില്ല ഒരിക്കലും. അങ്ങനെ കേട്ട് ശീലിച്ചവരെന്താ ചെയ്യുക? അവരാവശ്യമാണ് ഓർക്കണ്ട. അങ്ങനെ അതുപോലെ മറിച്ച് ചിന്തിച്ചാലും, കാരണം രോഗം വരുന്നത് എല്ലാവർക്കും വരല്ലോ, ഒരാൾക്ക് മാത്രമല്ല. ഒരു ഗ്രൂപ്പ് അതെല്ലാ ഗ്രൂപ്പും വരില്ല. അതുപോലെ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് മാത്രമല്ല മുസ്ലിം ഗ്രൂപ്പ് ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ച് എന്തായിരിക്കും നിർണായകമായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ടെൻഡൻസി വന്നാൽ ഒരു കാര്യം നാളെ എന്തായിരിക്കും? അവിടെ എത്ര വലിയ അപകടമായിരിക്കും. ഇതിനെന്തിന് പരിഹാരം കാണാൻ പറ്റുന്നുണ്ടോ? കോൺഗ്രസ് പറ്റുമോ, ക്രിസ്ത്യാനിക്ക് പറ്റുമോ, മുസ്ലിമിന് പറ്റുമോ? അത്ര കണ്ട് മനസ്സിന് സ്പർദ്ധ വരുത്തിയിട്ട് അകത്തി കളഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം പറയാം സന്തോഷം. ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയാണെന്നാ പറയുന്നത്. അവരാണ് വാട്സപ്പ് അന്വേഷിച്ച് മറ്റേ ഒരു ഹിന്ദു യുവാവ് മരിച്ചു, അതിനെക്കുറിച്ച് ഒരൊറ്റ മുസ്ലിം പോലും ആ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ സത്യം ഹിന്ദു യുവാവിൻ്റെ പക്ഷത്താണ്. അവർക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെ ഒരു ആനുകൂല്യം ക്രിസ്ത്യൻ സമുദായത്തിൽ ഹിന്ദു സമുദായം കിട്ടാൻ സാധ്യതയുണ്ടോ? പഠിക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അത്ര കണ്ട് സംഗീതമായിപ്പോയി. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ ഒരിക്കലും സംഗീതമാവില്ല. അവർ ജാതിയുടെ പേരിൽ മാത്രം തെറ്റിൻ്റെ കൂടെ നിൽക്കില്ല, തെറ്റിനെതിരെ നിൽക്കുള്ളൂ. പിന്നെ ചില തീവ്രവാദികളുണ്ട്, അതിപ്പോൾ എവിടെ ഉണ്ടാവുമല്ലോ. ഇത് വലിയ അപകടമാണ്. ഈ ഒരു രീതി വന്നാൽ അത് വലിയൊരു അപകടമാണ്. സജി ചെറിയാനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അത് പ്രസ്താവന, ഒരു മന്ത്രിയാണെന്ന് ചോദിക്കണം, ഒരു വ്യക്തിയല്ല, ഒരു MLA കൂടിയല്ല, ഒരു മന്ത്രി, രാജ്യം ഭരിക്കുന്ന എല്ലാത്തിനും മതി. വെള്ളാപ്പള്ളിയല്ല സജി ചെറിയാൻ, വെള്ളാപ്പള്ളി ഒരു സംഘടനയുടെ ഒരു സാമുദായിക സംഘടന നേതാവാണ്. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഭരണത്തിൻ്റെ ഒരു ഭാഗമാണ്. എത്ര മ്ലേച്ഛമായിട്ട് മോശമായിട്ടാണ് ചില സമുദായങ്ങൾ കാണുന്നത്. പാലയിൽ ഒരിറ്റ ആൾ ജയിച്ചില്ല മുസ്ലിമിൽ. ഷജിയുടെ ചെങ്ങന്നൂരൊന്നും ഇല്ല. അതൊന്നും അവർ കാണുന്നില്ല. മലപ്പുറത്ത് കാണുന്നു, കാസർഗോഡ് കാണുന്നു.
ആരുടെ കൊച്ചാക്കുന്നത്? ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന് വിചാരിച്ചോ? അത് തന്നെയല്ല വേറൊരു കാര്യം. ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, ശരിയാണത്, ഒരു സഭയെ നേതാവിനെ തിരഞ്ഞെടുക്കലും അല്ലെങ്കിൽ സംഘടന തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നത് ശരിയാണോ? അല്ല. അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരോടുന്ന് വെള്ളാപ്പള്ളിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ സുകുമാരൻ നായരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് കപ്പാസിറ്റി എത്രയാണ്? സുകുമാരൻ നായർ കപ്പാസിറ്റി എത്രയുണ്ട് ജനങ്ങളുടെ ഇടയിൽ? വെള്ളാപ്പള്ളി കപ്പാസിറ്റി എത്രയുണ്ട് ജനങ്ങളുടെ ഇടയിൽ? അതൊക്കെ ഇന്നലെ കണക്ക് കൃത്യമായിട്ട് ഉദ്ധരിച്ച്. അത് തന്നെയല്ല, സതീശൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സതീശൻ ജി, ഞാൻ ബഹുമാനത്തോട് പറയാണ്, എന്നിട്ട് അതിന് വേണ്ടത്ര കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടത്ര എതിർ പറഞ്ഞിട്ടുമില്ല. വെള്ളിക്കുമ്പോൾ പറയണ്ടില്ലേ? വെളി മാത്രം പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു. രമേശ് പറഞ്ഞിട്ട് രമേശ് അക്കാദി നിലപാട് വളരെ മോശമായിപ്പോയി, വളരെ മോശമായി. ഇനി ഒരു കാലത്തും രമേശ് മുഖ്യമന്ത്രി ആകുന്ന പ്രശ്നമില്ല. എന്തൊക്കെ 150 സീറ്റ് കോൺഗ്രസ് കിട്ടിയാൽ രമേശ് മുഖ്യമന്ത്രി സാധ്യമില്ല. അത്ര കണ്ട് വഷളായി കളഞ്ഞത്. ഇവർക്കൊക്കെ ബുദ്ധി ഉപദേശിക്കുന്ന ആൾക്കാരെ വേണം തല്ലാൻ. അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് സുകുമാരൻ നായരോട് പറഞ്ഞ് എനിക്ക് എൻ്റെ ആൾക്ക് എന്താണ് താക്കോൽ സ്ഥാനം കൊടുക്കുന്നു. പാവം ഉമ്മൻചാണ്ടി, എൻ്റെ ഉമ്മൻചാണ്ടി സാർ മരിച്ചു പോലെ. ഇപ്പം അത് കാര്യമുണ്ടോ? ഉമ്മൻചാണ്ടി സാറിന് അന്ന് രാഷ്ട്രീയത്തിൻ്റെ കപ്പാസിറ്റി എണ്ണം അറിയായിരുന്നെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ കിട്ടുന്നത്. മൊത്തം നായർ കിട്ടുന്നത് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട്. ആ വോട്ട് വെച്ചോണ്ട് നിങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പാവം പേടിച്ച് താക്കോൽ സ്ഥാനമല്ല ആഭ്യന്തരവകുപ്പാണ് കൊടുത്തത്. അങ്ങനെ ഒരു തെറ്റ് നിൽക്കാലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി വർഗീയ പാർട്ടിയാണ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായർ വിചാരിച്ച രമേശ് നിങ്ങൾ മുഖ്യമന്ത്രി ആവുമോ? വിചാരിക്കണ്ടോ? നിങ്ങൾക്ക് ഇനി എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളെ കാണുമെന്ന് വിചാരിച്ചതെന്നാണ് വരുന്ന ആഴ്ച. പക്ഷേ എനിക്കിപ്പോൾ കാണാനുള്ള താല്പര്യം തോന്നുന്നില്ല. എന്തെങ്കിലും ഇങ്ങനെ പറയുന്ന മണ്ടന്മാരായിട്ട് എങ്ങനെ ബന്ധപ്പെടും? അതല്ലേ എന്ത് പറയുന്നൊരു ന്യായീകരണം വേണ്ട. ഇത്രയും മോശം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ പറയാ എന്ന് പറഞ്ഞാൽ അത് എത്ര അപകടമാണ്, എത്ര വികലമായ ചിന്തയാണ്. അവരങ്ങനെ ആപ്പിലായിപ്പോയി. സത്യമാണത്. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആപ്പിലാച്ചാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ സംവിധാനമായില്ല. അപ്പോൾ 40% വരുന്ന മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ 95% UDF വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ 50% വരുന്ന ഹിന്ദു കൺസോളിഡേഷൻ വേണം. അവിടെ ഒരു കളിയുണ്ട്. ഹിന്ദു കൺസോളിഡേഷൻ അവർ ഏത് ഹിന്ദു എന്ന് പറയും? മൃദുത്വ ഹിന്ദുവാണോ തീവ്ര ഹിന്ദുത്വമാണോ വെച്ചാൽ തീവ്ര ഹിന്ദുത്വത്തിൽ പോകുള്ളൂ. നമ്മൾ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടായി നോക്കുമോ? ഉപ്പ് എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വം ഉള്ളപ്പോൾ ഈ മൃദു ഹിന്ദുത്വത്തിൽ വരുമോ? ഇപ്പോൾ തീവ്ര ഹിന്ദുത്വം കോൺഗ്രസ് കാണിച്ച് മൃദു ഹിന്ദുത്വമാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് മൃദു ഹിന്ദുത്വമല്ല, സൂപ്പർ തീവ്ര ഹിന്ദുത്വമാണ്. മാർക്സിസ്റ്റ് പാർട്ടി BJP സംഘവിചാർ പോലും പറയാത്ത ഹിന്ദുത്വത്തിലേക്ക് അവർ പോകുന്നു. അപകടത്തിൻ്റെ നാശത്തിൻ്റെ സൂചനയാണത്. മറ്റൊരു പശ്ചിമ ബംഗാൾ മറ്റ് ത്രിപുരയായി അവതംബതിക്കുകയാണ്. പക്ഷെ അതൊന്നും നമ്മളൊന്നും ഒരിക്കലും സന്തോഷിക്കുന്നില്ല. കാരണം അത് അപകടമാണ്, മൊത്തത്തിൽ അപകടമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള യുവാക്കളും കമ്മ്യൂണിസ്റ്റുകാരും ആയിരക്കണക്കിന് ജീവനും കൂടി നേടിയെടുത്താണ് ഒരു പരിധിവരെയെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാംസ്കാരിക അവസ്ഥ. അവർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പിന്നെ പല SNDP ഉണ്ട്, അച്ഛന്മാരുടെ കാര്യമായിട്ട് മുസ്ലിം പലരുണ്ട്. അതുപോലെ മെയിൻ കക്ഷികൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ നേടിയെടുത്ത സാംസ്കാരിക ഉന്നതയാണ്, ഉന്നത പിന്നെ സംഭവത്തെയാണ് ഇപ്പോൾ ഒരു വഷളാക്കി കളഞ്ഞു വഷളാക്കി. എന്നാലും പറഞ്ഞല്ലേ, പാമ്പിൻ്റെ വായിലെടുപ്പ് തവള പോലെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി അതിൽ സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. ഇത്ര കണ്ട് ജാതി, അല്ലെങ്കിൽ സജി ചെറിയാനെ പോലെയൊക്കെ. സജി ചെറിയാൻ ഒരു രാഹിതോക്കൊറ്റ കേസിൽ നിൽക്കുന്ന ആളെന്ന് മനസ്സിലാക്കണം. അത് ഇപ്പോൾ കണ്ടീഷൻ അതുണ്ടാവില്ല. കാരണം സംഘപരിവാറും CPM ഒരു കയ്യിൽ നിൽക്കൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും ഒരു രാജ്യവും കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. മറ്റാരെങ്കിലാണെങ്കിൽ അതുണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ്. നശീകരണ സ്വഭാവത്തിലേക്കാണ് നടക്കുന്നത്, നശീകരണം. അപ്പം ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗോട് പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയും തിരിച്ചറിവുണ്ടെങ്കിൽ ആ ഷാജി പോലുള്ളവർക്ക് നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കണം. പൊളിറ്റിക്കൽ ക്ലാസ്, നല്ല രാഷ്ട്രീയ
പിന്നെ മീമാംസ ഉൾപ്പെടുന്ന ബുദ്ധിജീവികളെ കൊണ്ടും തത്വജ്ഞാനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക 1 മാസം. പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ അത് കൊടുക്കണം. നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതായിൽ വരികയും ചെയ്യണം. ഇത്രയും ദേശീയ പാർട്ടി പൂനെയിൽ 4 സീറ്റ് കിട്ടി. പൂനെയിലില്ലാത്ത നാഗ്പൂരിൽ അത് അവിടെ OICയുടെ പാർട്ടിക്ക് എത്ര കിട്ടി? 10-12 സീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ വേറെ ലോക്കൽ മുസ്ലിം അവർ കേട്ട പ്രതിപക്ഷമായിട്ട് അവരും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത് 100 വർഷം പഴക്കമുള്ള മുസ്ലിം ലീഗിന് 4 സീറ്റ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയതാണ് വലിയ നേട്ടമായിട്ട് മനോബ പറഞ്ഞ് അത് തെറ്റായി പോയെന്ന് സംഘു ജവാർ പറയുന്നു. കളി എവിടെ നോക്കണം. അത് 4-1 40% മുസ്ലിങ്ങളുടെ അതിൽ 93% വോട്ട് കിട്ടേണ്ടത് ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ് UDF എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ ആലോചിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നൊരു പരിപാടി വയനാട് ഇടുന്ന ചാനലിൽ കണ്ട് എത്താമത്തെ ആളുള്ള ഒരു മുസ്ലിം നേതാവ് ഉണ്ടോ അതിൽ? നിങ്ങൾ ഈ വോട്ട് തരണ്ടേ? വോട്ട് തരുമ്പോൾ സാധാരണക്കാരൊക്കെ ചിന്തിക്കില്ലേ ഞങ്ങളുടെ ആളൊന്നും വരുമ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യണത്? പിന്നെ നിങ്ങൾ ഇവിടുന്ന് വോട്ട് കിട്ടും. 100 വോട്ട് ചെയ്താൽ 1 വോട്ട് നായർ, 100 വോട്ട് ചെയ്താൽ ഒരു ചോല വോട്ട്. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ 100 വോട്ട് ചെയ്താൽ 1 വോട്ട് ദളിതിൻ്റെ കിട്ടും, 100 വോട്ട് ചെയ്താൽ 5 വോട്ട് ക്രിസ്ത്യാനി കിട്ടും. ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഭരിക്കുമെന്ന് വന്നുണ്ടോ? ഭൂരിപക്ഷം കിട്ടുമെന്നുണ്ടോ? ഭൂരിപക്ഷം കിട്ടും വോട്ട് ഇതാണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളൊക്കെ ഒരു ദിവാസ്വപ്നത്തിലാണ്. എന്തോ ഒരു സ്വപ്നമാണ് ഇത്തവണെല്ലാം കയ്യോടെ കിട്ടും, കയ്യോടെ എടുക്കും എന്നുള്ളത്. അങ്ങനെ ദിവാസ്വപ്നം കാണാറൊന്നും ആയിട്ടില്ല കോൺഗ്രസ്. ഇന്ത്യയിലുമില്ല, കേരളത്തിലുമില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്നിപ്പോൾ രാജേഷ് പൈലറ്റിൻ്റെ മകൻ അദ്ദേഹം ഒരു രാജസ്ഥാനിലെ ആ പർവ്വതനിര തകർക്കാനുള്ള ഓർഡർ അനുസരിച്ച് പ്രതിഷേധം നടത്തിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സച്ചിൻ പൈലറ്റിൻ്റെ അച്ഛൻ രാജേഷ് പൈലറ്റ് അപകടം വരണം? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടില്ലേ? അതുപോലെ മാധവരാവ് സിന്ധ്യയുടെ അകാല ചരമം എങ്ങനെയാണ്? ഇതൊക്കെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഈ വൈകി വേളയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറയുന്നു, പണ്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നില്ല. കോൺഗ്രസ് ഒന്നും പാഠം പഠിക്കുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് പഠിക്കുന്നില്ലെന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ആനുകൂല്യം മുസ്ലിം ലീഗിനല്ല കൊടുക്കേണ്ടത്. മുസ്ലിം ലീഗിന് കൊടുക്കുക ഇപ്പോഴും കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ 4-1 പോലും ഇല്ല മുസ്ലിം ലീഗ് അനുഭാവികൾ. ഞാൻ കടക്കുത്തിരിച്ചിട്ടുണ്ട്. ബാക്കി 3 ഭാഗം പുറത്തു കിടക്കാണ്. അപ്പോൾ അവർക്കാണ് വേണ്ടത്. നിങ്ങൾ മുസ്ലിം സമുദായ നേതാക്കളെ കോൺഗ്രസ് വളർത്തിയെടുക്കണം. ലീഗിനെ കുഞ്ഞാക്കനെ വളർത്തിയാൽ പോരാ, തങ്ങളുടെ കാര്യം பார்ത്താൽ പോരാ, തങ്ങളുടെ ഫോട്ടോ വെച്ചാൽ പോരാ. നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ കഴിവുള്ള നേതാക്കളെ നിങ്ങൾ വളർത്തി നിങ്ങൾ കോൺഗ്രസ് നേതാക്കളാക്കി എടുക്കണം. അവർ രംഗത്ത് നിർത്തണം. ഒരാളുടെ ഇപ്പോൾ TH മുസ്തഫ പോയി, ആര്യാണ്ട് മുഹമ്മദ് പോയി, എത്ര ആൾക്കാർ പോയി. ഇനി അതിനുശേഷം ഒരു മുസ്ലിം നേതാവ് ആരാൾ ഇപ്പോൾ ഉള്ളത്? ആകെ ഷാഫിയാണ്. ആ ഷാഫി കൊണ്ട് ഒതുക്കാൻ വേണ്ടി എന്തെല്ലാം രീതിയിലാണ് നടക്കുന്നതോ. ഞാൻ പറഞ്ഞല്ലോ, ജാതി പാർട്ടി അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ്, രാഷ്ട്രീയ ജനതാദളിലെ പ്രസിഡന്റ് മൊയ്തീൻ ഷാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. ബാക്കി മുസ്ലിം ലീഗിനുണ്ട്, അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ ഉണ്ടാക്കുക മുസ്ലിം സംഘടനകളാണ്, മുസ്ലിം സമുദായത്തിലാണ്. പോകണമല്ലേ ആ മൊയ്തീൻ ഷാൻ്റെ പ്രസിഡന്റായി. അന്നിവിടെ ഭരണമൊന്നുമില്ല. മൊയ്തീൻ ഷാ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി എത്ര ആഴത്തിൽ പ്രവർത്തനം നടത്തി അറിയുമോ? എത്ര ആഴത്തിൽ, എത്ര ഗൂഢാലും നടത്തി. പഞ്ചാബിൽ നിന്ന് ഒരു രഹസ്യാന്വേഷണ വിഭാഗം വന്ന് എൻ്റെ കൂടെ 3-4 മാസം താമസിച്ചു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ എന്നെ മാറ്റിയതിന് ശേഷം പിന്നെ ആരും കാണുമില്ല. ഇതാണ് അവസ്ഥ. ഇന്നും ഹാജി മൊയ്തീൻ ഷാ ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്. ഏതെങ്കിലും മുസ്ലിം ലീഗ് അല്ലാത്ത, ജാതി പാർട്ടി അല്ലാത്ത ഏതെങ്കിലും പാർട്ടി ഇന്നൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് പറയാം? നിങ്ങൾ പറയും സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ? ഇന്ത്യയിൽ അങ്ങനെയാണ് അവഗണന ഒഴിവാക്കൽ. സമ്മതിക്കില്ല. നിങ്ങൾക്കൊന്ന് വായി തുറക്കണം, സമ്മതിക്കില്ല. അങ്ങനെ ഗൂഢമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതിലൊക്കെ ത്രിവൽക്കരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മൊയ്തീൻ ഷാ ഇവിടെ മുന്നോട്ട് പോകുന്നത്. എന്തെല്ലാം എതിർപ്പുകൾ നേരിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തെല്ലാം എതിർപ്പുകൾ, ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ. നമ്മൾ ഒരു സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നോ ഒരു ആനുകൂല്യം വരെ ഒരു ചായലും വാങ്ങിച്ചു പിടിക്കുന്നില്ല. എന്നിട്ട് പോലും അവസ്ഥ ഇതാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അനക്സ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഒരു ശ്രമം ആ ഫ്ലെക്സ് വരെ നശിപ്പിച്ചു കളഞ്ഞു. മാതൃഭൂമി നമ്മൾ മാതൃഭൂമി കൊടുക്കില്ല.
കൊടുക്കില്ല. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ ഈ ചാനൽ കുറേയധികം ആൾക്കാർ ലോകം മുഴുവൻ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് വിട്ടു. ഇനി പത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പത്രമൊക്കെ ഇപ്പോൾ ആരാ വായിക്കുന്നത്? ഒരാൾ വായിക്കില്ല. വേറെ പ്രിൻ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് പരസ്യം കിട്ടാൻ വേണ്ടി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് പത്രം. ആരും വായിക്കണമെന്നില്ല. നമ്മളിവിടെ ഒരു ഇപ്പം മംഗളമൊക്കെ നമ്മൾ പുറകെ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, മുസ്ലിം സമുദായം, മുസ്ലിം ലീഗ്, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതായ പേര് സ്വീകരിക്കുക. ഈ വെള്ളാപ്പള്ളി ഹുമാൻ നായരൊക്കെ വാലായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കോൺഗ്രസിൻ്റെ വാലായി നിന്ന് നക്കാപ്പിച്ച് വാങ്ങിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേത് അർഹതപ്പെട്ട സ്ഥാനത്ത് അർഹതയുണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ രണ്ട് കാര്യം, ഈ ഷാജിയെ പോലുള്ളവർക്ക് കൗൺസിൽ നടത്തി പരിശീലനം കൊടുത്തിട്ട് പ്രസംഗിക്കാൻ കൊടുക്കണം. ആവേശമല്ല വേണ്ട, യുക്തി വേണം. മറ്റു നിങ്ങളുടെ പേരും മാറ്റി നല്ല കാരണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.